ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സെറ്റ്സിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്? എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്? ഓക്കെ, എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്? അപ്പോ ഞാൻ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും ഞാൻ ഡെഫിനിഷൻ പറയുന്നതിന് മുൻപായിട്ട് അതിന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ ഒന്ന് കാണിക്കാം. അപ്പൊ അതിനകത്ത് നേരക്കുറെ നിങ്ങൾക്ക് എന്താണ് ഡെഫിനിഷൻ ഉള്ളത് കിട്ടും. ഓക്കെ, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, റീഡ് ചെയ്യുന്നത് എ കോംപ്ലിമെന്റ് എന്നാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇതും എ കോംപ്ലിമെന്റ് തന്നെയാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്, എ ബാർ ഇടാറുണ്ട്. ഇതെല്ലാം റീഡ് ചെയ്യുന്നത് എ കോംപ്ലിമെന്റ് തന്നെയാണ്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, എ കോംപ്ലിമെന്റ് എന്നുള്ളത് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ കോംപ്ലിമെന്റ് ഞാനിവിടെ വെൻ ഡയഗ്രാം വെച്ചൊന്ന് റെപ്രസെന്റ് ചെയ്യാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയാം, ഒരു വെൻ ഡയഗ്രത്തിനകത്ത് ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും ആ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗത്തെ എലമെന്റ് ഇതാണ് എന്തെന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം ഐഡിയ കിട്ടും എന്താ എ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ യു വിച്ച് ആർ നോട്ട് ഇൻ എ, അല്ലെങ്കിൽ വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എയിൽ ഇല്ലാത്തതും യുയിൽ ഉള്ളതുമായ എലമെന്റ്സിന്റെ സെറ്റ്. ഇതുപോലെ നമ്മൾ ഒരെണ്ണം പഠിച്ചായിരുന്നു, എ മൈനസ് ബി. അപ്പൊ അതിന്റെ ടേംസിൽ വേണമെങ്കിൽ ഇത് പറയാം. അപ്പം എ കോംപ്ലിമെന്റ് എന്നപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എയിൽ ഇല്ലാത്ത എലമെന്റ്സിന്റെ സെറ്റ്. അപ്പോ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് പറയാൻ പറ്റത്തുള്ളൂ. യൂണിവേഴ്സൽ സെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കോംപ്ലിമെന്റ് പറയുന്നത്. കാര്യം യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതണം. അതൊന്നും എവിടെ കാണാൻ പാടില്ല? എയിൽ കാണാം. അതായത് എയിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ്, അതാണ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ്. ഇതേ എ കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? യു മൈനസ് എ എന്ന് എഴുതിയാലും കറക്റ്റ് അല്ലേ? യു മൈനസ് എ എന്ന് പറഞ്ഞാലും ഇത് തന്നെയല്ലേ സംഭവം. നമ്മൾ എ മൈനസ് ബി പഠിച്ചിട്ടുണ്ട്. എന്തുവാ? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. അവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ യു വന്നിട്ടുണ്ട്, ബിയുടെ സ്ഥാനത്ത് എ വന്നു. ആ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ആ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പം ഇതാണ് ഇതെന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 എക്സെട്ര അപ് ടു 10 ആണ്. എ എന്ന് പറയുന്നത് സെറ്റ് 2 3 5 7. ഇതാണ് എ എങ്കിൽ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഈ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സ്, അത് ഏതൊക്കെയാ? 1 4 6 8 9 10. ഓക്കെ ആണോ? എല്ലാ എലമെന്റ്സും ആയോ? അപ്പം ഇതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. കേട്ടോ? അപ്പം എന്തായിരുന്നു എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ബിലോങ്സ് ടു യു വിച്ച് ആർ ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എയിൽ ഇല്ലാത്ത യുയിലുള്ള എലമെന്റ്സുകളുടെ കളക്ഷൻ, അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. സെറ്റ്സിന്റെ കോംപ്ലിമെന്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. എന്താണ് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഉദ്ദേശിക്കുന്നത്? എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പം
ഇതാണ് എ എങ്കിൽ എ കോംപ്ലിമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യണം അല്ലെ. ഇത് എ കോംപ്ലിമെന്റ്. അപ്പം എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴോ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഒഴിച്ച് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ അതെന്താ എ അല്ലേ. എ എന്ന് പറയുന്ന സെറ്റ് അല്ലേ വരുന്നത്. അപ്പൊ എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. തൊട്ട് മുമ്പത്തെ കേസ് തന്നെ നമുക്ക് വേണേ പറയാം. നമുക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ യു എന്ന് പറയുന്നത് സെറ്റ് 1 2 up to 5 ആണെന്നിരിക്കട്ടെ. എ എന്ന് പറയുന്നത് സെറ്റ് 1 2. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് 3 4 5 അല്ലെ. എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിനകത്തുനിന്നും എ കോംപ്ലിമെന്റ് ഒഴിച്ച് ബാക്കിയുള്ളത് അതേതാ 1 2 അല്ലേ വരുന്നത്. അതെന്ന് പറയുന്നത് എന്ത് തന്നെയാ എ അല്ലേ. അപ്പം എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് എ തന്നെയാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. അടുത്തത് ഈ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? സബ്സെറ്റ് ഓഫ് യു ആയി. അതിപ്പോ എ കോംപ്ലിമെന്റ് അല്ല, ഏത് സെറ്റ് ആണ് ഇതിപ്പോ അതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻസ് പറയാൻ പറ്റില്ല. കാര്യം നമ്മളൊരു യൂണിവേഴ്സ് സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന സെറ്റുകളെല്ലാം യൂണിവേഴ്സ് സെറ്റിന്റെ എന്തായിരിക്കും സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ എ കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് യു. ഇനി നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രോപ്പർട്ടി പറയുന്നത് ഫൈ കോംപ്ലിമെന്റ്. എന്താ ഫൈ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ്. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റിനകത്തുനിന്നും നൾ സെറ്റിലെ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയല്ല. നൾ സെറ്റിലെ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയെന്ന് പറയുമ്പോൾ നൾ സെറ്റിനകത്തെ എലമെന്റ്സ് വല്ലതും ഉണ്ടോ? അപ്പൊ ഏതെങ്കിലും എലമെന്റ്സ് ഒഴിവാക്കേണ്ടി വരുമോ? ഇല്ല. അപ്പൊ യൂണിവേഴ്സ് സെറ്റിലെ എല്ലാ എലമെന്റ്സും വരത്തില്ലേ. ദാറ്റ് ഈസ് ഫൈ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. അടുത്തതാണെങ്കിലോ യു കോംപ്ലിമെന്റ്. യൂണിവേഴ്സ് സെറ്റിലെ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയല്ല. യൂണിവേഴ്സിറ്റിലെ എല്ലാ എലമെന്റ്സ് ഒഴിച്ചാൽ പിന്നെ വേറെ വല്ല എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഫൈ. അപ്പൊ ഫൈ കോംപ്ലിമെന്റ് യുവും യു കോംപ്ലിമെന്റ് ഫൈയുമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് പിന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എ യൂണിയൻ എ കോംപ്ലിമെന്റ്. എയുടെയും എ കോംപ്ലിമെന്റേയും കൂടെ യൂണിയൻ. ഓക്കെ, നോക്കിയേ, ഇതാണ് എ, ഇതാണ് എ കോംപ്ലിമെന്റ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിവേഴ്സ് സെറ്റ് എല്ലാ എലമെന്റ്സും കിട്ടത്തില്ലയോ? അല്ലെ, നോക്കിയേ, എയും എ കോംപ്ലിമെന്റ് ഇത് രണ്ടും കൂടെ ചേരുകയാണ്. അപ്പൊ 1 2 3 4 5 ദാറ്റ് ഈസ് യു. അപ്പം എയുടെയും എ കോംപ്ലിമെന്റേയും കൂടെ യൂണിയൻ എന്ന് പറയുന്നത് യു ആണ്. അടുത്തതാണെങ്കിലോ തിരിച്ചു നോക്കിക്കഴിഞ്ഞാല് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ആണെങ്കിലോ എന്തായിരിക്കും? അത് നൾ സെറ്റാ. കാര്യം എന്താ? എയ്ക്കകത്തും എ കോംപ്ലിമെന്റിനകത്തും കോമൺ എലമെന്റ്സ് വരുമോ? എയിലും. കാര്യം എയിലെ എലമെന്റ്സ് ഒഴിച്ച് ബാക്കിയുള്ളത് മാത്രമാണ് എ കോംപ്ലിമെന്റിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് കോമൺ എലമെന്റ്സ് ഒന്നും വരത്തില്ല. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും, ഫൈ ആയിരിക്കും. പിന്നെ അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് ഓക്കെ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടീസ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരെണ്ണം എ മൈനസ് ബി എ കോംപ്ലിമെന്റ് ടേംസിൽ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, എ മൈനസ് ബി എന്ന് പറയുന്നതും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും സെയിം ആണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ എ മൈനസ് ബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിപ്പം എ ബി ആണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് ദാണ്ട് ഇത്രയും. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും ഇത് തന്നെയാണോ നമുക്ക് നോക്കാം. ഇത് എ മൈനസ് ബി. അടുത്തത് ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ ബി ഒഴിച്ച് ബാക്കിയല്ല അല്ലെ. ബി മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ എലമെന്റ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ബിയിലെ എലമെന്റ്സ് മാത്രം ഒഴിവാകും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇത് ബി കോംപ്ലിമെന്റ് ആണ്. എയുടെയും ബി കോംപ്ലിമെന്റേയും കൂടെ ഇന്റർസെക്ഷനാണ്. നമുക്ക് ആ എ എന്ന് പറയുന്ന സെറ്റും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. എ ബി അല്ലേ, ഡയഗ്രത്തിൽ എ ഡിഫൈൻ ചെയ്യുന്ന എയിലെ എല്ലാ എലമെന്റ്സും ആണ്. ഇതാണ് എ.
ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ വെച്ചാൽ ഈ രണ്ട് റീജിയനിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, വേണ്ട ഈ എയിലും ബിയിലും ഒഴിച്ച് ഇതിനകത്ത് എ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ശരിക്കും മാക്സിമം ഇനിയിപ്പോ എടുക്കാവുന്ന എയിലെ എലമെന്റ്സ് കോമൺ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ടിനകത്തും ഷെയ്ഡ് ചെയ്തിരിക്കുന്ന കോമൺ റീജിയൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇത്രയും പാർട്ട് ഇവിടെ വരുന്നുണ്ടോ? സോറി, ഇവിടെ ഇല്ല, അത് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ ഇല്ലാത്തതിനാൽ ആ എലമെന്റ്സ് ഒഴിവാക്കണം. പിന്നെ അതുപോലെ നോക്കിയേ, ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എയ്ക്കും ബിക്കും പുറത്തുള്ള ആ റീജിയൻ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഈ എലമെന്റ്സ് ഇവിടെ വരുന്നില്ലെന്നുള്ളതാ. അപ്പൊ ഇതിനകത്ത് രണ്ടിനകത്തെയും കോമൺ എലമെന്റ്സ് എന്ന് വെച്ചാൽ രണ്ടിനകത്തൂടെ വരുന്ന കോമൺ റീജിയൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർസെക്ഷനകത്താണ് യൂണിയൻ ആണെങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ടോട്ടൽ റീജിയൻ എടുക്കണം. രണ്ടിനകത്തും ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും എടുക്കണം. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഈ രണ്ടിനകത്തൂടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന കോമൺ റീജിയൻ, കോമൺ എലമെന്റ്സ് മീൻസ് കോമൺ റീജിയൻ ആണ്. അപ്പൊ രണ്ടിനകത്തൂടെ ഉള്ള കോമൺ റീജിയൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ വരുന്നത്? ഇതിനകത്തും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത്രയും ഭാഗങ്ങളെ വരുന്നുള്ളൂ. ഇത് വരയ്ക്കാത്തതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ഇല്ലാത്തതിനാലാണ്. ഇപ്പൊ നമ്മൾ എടുത്ത് എന്തുവാ, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പം എയ്ക്കകത്തും ബി കോംപ്ലിമെന്റിനകത്തൂടെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്, അല്ലെ? നിങ്ങൾ ഇത് രണ്ടുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. എന്താ വന്നിരിക്കുന്നത്? എ മൈനസ് ബിയുടെ ഫിഗറും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഫിഗറും എന്ത് തന്നെയാ? സെയിം ആണ്. ഇങ്ങനെയാണ് വെൻ ഡയഗ്രം വെച്ചിട്ട് നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാൻ സാറ് ചോദിക്കാറില്ല, എങ്കിലും ഈ സെറ്റിനകത്തെ കാര്യങ്ങൾ വെൻ ഡയഗ്രം വെച്ച് പ്രൂവ് ചെയ്യുന്ന ഇതാണ്. നമ്മൾ ഫിഗർ വെച്ചിട്ട് ഒരു കാര്യത്തിലേക്ക് നോക്കി. എ മൈനസ് ബിയുടെ ജനറൽ ആയിട്ട് നമ്മൾ എഴുതി വരുന്നത്. അപ്പം എ മൈനസ് ബിയുടെ ജനറൽ ഫിഗറും അതുപോലെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ജനറൽ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എന്തായിട്ട് കിട്ടി? സെയിം ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം എ മൈനസ് ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ ഇത്രയും കാര്യം നോക്കുക. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയാനുണ്ട്. പ്രോപ്പർട്ടീസിന്റെ ഭാഗം തന്നെയാണ്, എങ്കിലും അത് നമുക്ക് പേര് പറഞ്ഞ് പഠിക്കേണ്ട ഒന്നാണ്. ഡിമോർഗൻസ് ലോ. എന്താണ് ഡിമോർഗൻസ് ലോ എന്നുള്ളതാ പറയുന്നത്. ഡിമോർഗൻസ് ലോ പറയുന്നത് ഇതാണ്: എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. തിരിച്ച് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് ഡിമോർഗൻസ് ലോ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. വെൻ ഡയഗ്രം വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പ്രൂവ് ചെയ്തും കാണിക്കാം. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ ഇട്ട് പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് സെറ്റ് വേണമല്ലോ. യു എന്ന് പറയുന്നത് സെറ്റ് 1 2 3 എക്സെട്ര അപ് ടു 10 എടുക്കുന്നു. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5. ബി എന്ന് പറയുന്നത് സെറ്റ് 2 4 6 8. ഓക്കെ, നമുക്ക് ആദ്യം ഈ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആദ്യം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ആദ്യം എ യൂണിയൻ ബി എടുക്കണം. എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 8. ഇതല്ലേ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അടുത്തത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് അല്ലേ. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് സെറ്റിൽ നിന്നാണ് ഇത്ര എലമെന്റ്സ് ഒഴിവാക്കി ബാക്കിയുള്ളത്. അപ്പൊ ഏതൊക്കെയാ വരുന്നത്? 7 9 10. ഇത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. ഇതവിടെ നിൽക്കട്ടെ. അടുത്ത് നമുക്ക് വേണ്ടുന്നത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ആണ്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ ഇതായിരുന്നു, 1 2 3 4 5 ആണ്. അപ്പം എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 6 8 6 7 8 9 10. ബി കോംപ്ലിമെന്റ് ആകുമ്പോഴോ ഇവിടെ 2 4 6 8 അല്ലേ. അപ്പോ 1 3 5 7 9 10 പറഞ്ഞേക്കുന്നത്. നമുക്ക് അടുത്ത വേണ്ടത് നമ്മൾ ഇത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചത്. അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച് നോക്കാം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റിനകത്തും ബി കോംപ്ലിമെന്റിനകത്തും കോമൺ ആയിട്ടുള്ളത്.
പിന്നെ അതിനകത്ത് കോമൺ ആയിട്ട് ഏതൊക്കെയുണ്ട്? ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് നോക്കി, 7 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്. അപ്പം 7, 9, 10 രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 7, 9, 10 ആണ്. ഇവിടെ നമുക്ക് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് കിട്ടിയതും 7, 9, 10 അല്ലേ? അല്ലെ? വേറെ എലമെന്റ്സ് ഒന്നും കോമൺ ആയിട്ട് വരുന്നില്ലല്ലോ അതിനകത്ത്, ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് കിട്ടിയതും A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് കിട്ടിയതും എന്ത് തന്നെയാ? സെയിം തന്നെയാണ്. അപ്പൊ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ എക്സാമ്പിൾ ഒക്കെ ഇട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇതാണ് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. നമ്മളൊരു എക്സാമ്പിൾ ഇട്ടാ കാണിച്ച് ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് അടുത്തൂടെ നോക്കാം. ഇത് വെച്ച് തന്നെ നോക്കാം. A കോംപ്ലിമെന്റും ഇതുണ്ട് ഇവിടെ. അപ്പോ ഇതിനകത്ത് ഒരു ഭാഗം ഒന്ന് ഒഴിവാക്കാം. നമുക്ക് വേണ്ടുന്നത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ A ഇന്റർസെക്ഷൻ B എടുക്കുന്നു. A ഇന്റർസെക്ഷൻ B എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് 2, 6, 2, 4, 6 2, 4 വരുന്നുണ്ട് അല്ലെ? 2, 4 വേറെ കോമൺ ആയിട്ടൊന്നും വരുന്നില്ലല്ലോ, 6 ഇല്ല. ഓക്കെ, അപ്പം A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 2ഉം 4 ഒഴിച്ച് ബാക്കിയല്ല. 1, 2, 1, 3, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇത് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. നമുക്ക് വേണ്ടുന്നത് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് അല്ലേ? A കോംപ്ലിമെന്റിനകത്തും B കോംപ്ലിമെന്റിനകത്തുള്ള ആകെ എലമെന്റ്സ് ഏതൊക്കെ വരുന്നുണ്ട്? 1, 2 ഇല്ല, 3, 4 ഇല്ല, ഇവിടെ 5 ഉണ്ട്, 6 ഉണ്ട്, 7, 8, 9, 10. ഓക്കെ, നോക്കിക്കഴിഞ്ഞാല് വരുന്ന എലമെന്റ്സ് രണ്ടിനകത്തും സെയിം അല്ലേ? അപ്പം A ഇന്റർസെക്ഷൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. ഇതാണ് ഡി മോർഗൻസ് ലോ. നമ്മൾ എക്സാമ്പിൾ ഇട്ട് ചെയ്താണ്. നമുക്കൊരു ഇത് വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത് കാണിക്കാം. ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് അടുത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു. A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം Aയും Bയും ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കണമെന്ന് അത്ര നിർബന്ധമില്ല. ഇപ്പോ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് A യൂണിയൻ Bയുടെ കോംപ്ലിമെന്റ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം A യൂണിയൻ Bയിൽ തുടങ്ങുകയാണ്. നമ്മൾ വരയ്ക്കുന്ന ഓരോന്ന് എഴുതി കാണിക്കണം. ഇത് U, ഇത് A, ഇത് B ആണ്. ഇതെന്താണ്? A യൂണിയൻ B ആണ്. അപ്പം A യൂണിയൻ Bയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴോ ഇപ്പൊ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ഒഴിച്ച് ബാക്കിയുള്ളതല്ലേ? ഇത് A, ഇത് B. അപ്പം A യൂണിയൻ Bയുടെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ഒഴിച്ച് ബാക്കിയുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ ലെഫ്റ്റ് സൈഡ് LHS പാർട്ട് ആണ് ഇപ്പൊ ഈ ഫിഗർ. ഇത് തന്നെയാണ് ഈ ഫിഗർ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അടുത്തത് നമുക്ക് വേണ്ടുന്നത് A കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഫിഗർ ആണ്. A കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സ് സെറ്റിലെ A എന്ന് പറയുന്ന സെറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം വേണം. അപ്പോ എയിലെ ഒരു എലമെന്റ് പോലും വരാൻ പാടില്ല, ബാക്കി എല്ലാ എലമെന്റ്സും. ഓക്കെ, ഇതാണ് A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് B കോംപ്ലിമെന്റ് ആണെങ്കിലോ ഇതേപോലെ തന്നെ
ബി എന്ന് പറയുന്ന സെറ്റ് ഒഴിച്ച് ബാക്കിയുള്ളത്. ഓക്കെ, ഇതാണ് ബി കോംപ്ലിമെന്റ്. നമുക്ക് അടുത്ത വേണ്ടത് ഇതിന്റെ ഇന്റർസെക്ഷൻ ആണ്. എ കോംപ്ലിമെന്റേയും ബി കോംപ്ലിമെന്റേയും ഇന്റർസെക്ഷൻ. അപ്പോ നോക്കിയേ, രണ്ട് റീജിയൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്ന ഷെയ്ഡഡ് റീജിയൻ, അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇതിനകത്ത് എ എന്ന് പറയുന്ന റീജിയൻ ഫുൾ ആയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ആ എ റീജിയൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ബി എന്ന് പറയുന്ന റീജിയനും ഫുൾ ആയിട്ടില്ല. അപ്പൊ ബിയും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എയും ബിയും കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കണം. ബാക്കി റീജിയൻ ഇവിടെ എ ഒഴിച്ച് ബാക്കി എല്ലാ റീജിയനും ഇവിടെയുണ്ട്, ബി ഒഴിച്ച് ബാക്കി എല്ലാ റീജിയനും ഇവിടെയുണ്ട്. അപ്പൊ കോമൺ റീജിയനകത്ത് എയും ബിയും നമുക്ക് അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള റീജിയൻ യു, ഇവിടെ എ, ഇത് ബി ആണ്. അപ്പം എ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നു, അതിവിടെ ഇല്ലാത്തതുകൊണ്ട്. ബി ഒഴിവാക്കുന്നു, അതിവിടെ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്തോ ഇട്ടേക്കുന്നത്, എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് എടുത്തേക്കുന്നത്. ഇതിന്റെയും കൂടെ ഇന്റർസെക്ഷൻ. ഇനി നിങ്ങൾ താണ്ട് ഈ രണ്ട് ഫിഗറൂടെ കമ്പയർ ചെയ്ത് നോക്കി. ഇത് നമ്മള് ഈ രണ്ട് ഫിഗറിനകത്ത് അവരുടെ ഇന്റർസെക്ഷൻ എടുത്തു, ഇത് ഇതിന്റെ കോംപ്ലിമെന്റും എടുത്തു. രണ്ടും ഒരേ ഫിഗർ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്തെടുക്കുന്നത്. ഡിമോർഗൻസ് ലോയുടെ ഒരു സെക്ഷന്റെ പ്രൂഫാണ്. ഇതേ രീതി നമുക്ക് അടുത്തും പ്രൂവ് ചെയ്തെടുക്കാം. ജസ്റ്റ് ചോദിക്കാം, എക്സാമിനൊന്നും ചോദിക്കാറൊന്നുമില്ല, എങ്കിലും ആ ഒരു മെത്തേഡ് ഒന്ന് പറഞ്ഞുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കോംപ്ലിമെന്റുമായി ബന്ധപ്പെട്ട ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിന്റെ തുടർന്നുള്ള പ്രോബ്ലം സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.